തൃശൂർ ഏറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദശാവതാരം ചന്ദനചാർത്തിന് സമാപനമായി. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ ഓരോ ദിവസവും വിഗ്രഹത്തിൽ ചന്ദനത്തിൽ അണിയിച്ചെടുത്ത് പെരികമന മണി നമ്പൂതിരിയാണ്. ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി നിരവധി ഭക്തരാണ് ദശാവതാര ദർശനത്തിനായി വർഷം തോറും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. വർഷങ്ങളായി ദശാവതാരം ചന്ദനചാർത്ത് നടത്തുന്ന ക്ഷേത്രമാണ് എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. സുബ്രഹ്മണ്യൻ എന്ന മണിനമ്പൂതിരിയാണ് ഭഗവാന്റെ വിഗ്രഹത്തിൽ ചന്ദനം കലാപരമായി ചാർത്തി ഓരോ അവതാരങ്ങളെയും ഭക്തർക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ അവതാരങ്ങളെയാണ് ഓരോ ദിവസങ്ങളിലായി ചന്ദനത്തിൽ ഒരുക്കിയത്. ദശാവതാരം ചന്ദനം ചാർത്ത് പൊതുവെ അപൂർവമായി മാത്രമാണ് ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ കാണുന്നത്. നമുക്കിവിടെ ഈ 10 ദിവസം 10 അവതാരവും പിന്നെ 11ാമത്തെ ദിവസം പൂർണ്ണ രൂപവുമായിട്ടാണ് ഇവിടെ ദർശനം ലഭ്യമാകുന്നത്. വിഗ്രഹത്തിൽ ചാർത്താനുള്ള ചന്ദനം അരയ്ക്കുമ്പോൾ കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും ചേർക്കും. ഇത് ഔഷധഗുണവും സുഗന്ധവും പ്രദാനം ചെയ്യുന്നു. ഓരോ ദിവസത്തെയും അവതാരങ്ങളുടെ രൂപഭംഗി ചന്ദനത്തിലൂടെ അണിയിക്കുന്നതിന് മുൻപ് വിഗ്രഹത്തിൽ ആകാരഭംഗിക്ക് വേണ്ടി വരുന്ന ഭാഗങ്ങൾ സൃഷ്ടിക്കാനായി വയനാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഓടമുറിച്ചും കവുങ്ങിൻ പാളകളുമാണ് ഉപയോഗിക്കുന്നത്. എല്ലാ വർഷവും ഭക്തജനങ്ങളുടെ എണ്ണത്തിലും അതുപോലെ ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങളിലും വളരെയധികം ജനപങ്കാളിത്തമുണ്ട്. 3.5 മണിക്കൂറോളം എടുത്താണ് ചന്ദനം ചാർത്തൽ പൂർത്തിയാക്കുക. മേൽശാന്തി നാരായണ ശർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു പൂജാതി കർമ്മങ്ങൾ. ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ പൂവശ്ശേരി, സെക്രട്ടറി മധുസൂദനൻ കണ്ടേങ്കാവിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, തൃശൂർ.